UGC നെറ്റ് എക്കണോമിക്സിൻ്റെ 2023 ജൂൺ സൈക്കിളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എ കമ്പനി ഹാസ് 140 എംപ്ലോയീസസ് ഓഫ് വിച്ച് 30 ആർ സൂപ്പർവൈസേഴ്സ്. 18 ഓഫ് ദി എംപ്ലോയീസസ് ആർ മാരീഡ് ആൻഡ് 20% ഓഫ് ദി മാരീഡ് എംപ്ലോയീസസ് ആർ സൂപ്പർവൈസർ. Company employees is randomly selected. What is the probability that the employees is married and is a supervisor? നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടിരിക്കുന്നത് എന്താണ്? ഒരു കമ്പനിയിൽ 140 എംപ്ലോയീസസ് ഉണ്ട്. അതിൽ 30 പേര് സൂപ്പർവൈസറാണ്. അതിൽ ഈ എംപ്ലോയീസിൽ 80 പേര് മാരീഡാണ്. ഈ 80 പേരിൽ 20% എന്താണ്? മാരീഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സാണ്. ഇവരെ റാൻഡംലി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കിട്ടുന്നവരിൽ മാരീഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് ആകാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ്, കമ്പനിയിലെ ടോട്ടലായിട്ടുള്ള എംപ്ലോയീസിൻ്റെ എണ്ണം എഴുതുവാണ്. ടോട്ടൽ എംപ്ലോയീസ് എത്രയാണ്? 140. ഓക്കെ ആണല്ലോ. ഇനി അതിലാണെങ്കിൽ സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എത്രയാണ്? 30 പേരാണ് സൂപ്പർവൈസേഴ്സ്. അതിൽ മാരീഡ് ആയിട്ടുള്ള എംപ്ലോയീസസ് എത്രയാണ്? മാരീഡ് ആയിട്ടുള്ളവർ മൊത്തം 80 പേരാണ്. ഈ 80ൻ്റെ 20% സൂപ്പർവൈസേഴ്സ്, മാരീഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ്. 80ൻ്റെ 20% കണ്ടിട്ടുണ്ടെങ്കിൽ മാരീഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സിൻ്റെ എണ്ണം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. 80 × 20 ഡിവൈഡഡ് ബൈ 100. ദെൻ എല്ലാം വെട്ടി പോവാണ് സീറോസ്. അതിനുശേഷമാണ് 8 × 2 16. 16 ആൾക്കാരാണ് മാരീഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് വേറൊരു രീതിയിൽ ചെയ്യാം. 80ൻ്റെ 100% എന്ന് പറയുന്നത് 80 ആണ്. 80ൻ്റെ 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാനം മാറ്റി കുത്തിയിട്ട് 80ൻ്റെ 20% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8ൻ്റെ ഇരട്ടിയായിരിക്കും. അതായത് 10ൻ്റെ ഇരട്ടിയാണല്ലോ 20. അപ്പോൾ എത്രയാണ്? 8ൻ്റെ ഇരട്ടിയായിരിക്കും. 8ൻ്റെ ഇരട്ടി എത്രയാണ്? 80ൻ്റെ 20% എന്ന് പറയുന്നത് 16 ആയിരിക്കും. ഓക്കെ. വളരെ കുറച്ച് പേരെ റാൻഡംലി, ആ എംപ്ലോയീസിന് കുറച്ച് പേരെ റാൻഡംലി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരിൽ മാരീഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് ആകാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് 140 ആണ്. ആ 140 നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മാരീഡ് സൂപ്പർവൈസേഴ്സിൻ്റെ എണ്ണവും നമ്മൾ എഴുതുക. ഓക്കെ. നമുക്കാണെങ്കിൽ ഇനി നോക്കാം. ഓപ്ഷൻസിന് ഇങ്ങനെ ഒരു ആൻസർ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്, നമ്മളിത് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് 2 കൊണ്ട് നമുക്ക് പൊതുവായിട്ട് വെട്ടി നിരത്താൻ പറ്റുന്നതാണ്. ഓക്കെ. 16 8 2 ആണ് 16. അതുപോലെ തന്നെ എന്താണ്, 140 എന്ന് പറയുന്നത് 70 × 2 ആണ്. ഓക്കെ. ഇനി വീണ്ടും നമുക്ക് ഇതിനെ വെട്ടി ശരിയാക്കാമല്ലോ. 8 എത്രയാണ്? 4 വരും. ദെൻ എത്രയാണ്? 70 എത്ര വരും? 35 വരും. ഇനിയും ഇതിനെ വെട്ടി ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയെന്ന് കിട്ടും? 11.1143 കിട്ടും. അത്